നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം KPCC പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ജാതിയും മതങ്ങളും ഒക്കെ ചർച്ചാ വിഷയമായിരുന്നു. അതായത് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്തവരുടെ ജാതികളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അവരെയൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന്. എന്തുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഉള്ള ഒരു SC/ST ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലുള്ള ആളിനെ എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. സോണി, ഇതിനെപ്പറ്റി എന്ത് അയോഗ്യതയായിരുന്നു ഈ കൊടിക്കുന്നിൽ സുരേഷിന് KPCC പ്രസിഡന്റ് ആകാൻ ഉണ്ടായിരുന്നത്? ഇല്ല, കൊടിക്കുന്നിൽ സുരേഷിനെ പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്കിന് മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറയേണ്ട കാര്യം, ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കാരണം ആ പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. അതിനകത്ത് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ആർക്കും വരാം, ചർച്ച ചെയ്യാം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോൺഗ്രസ് പാർട്ടിയെ പറ്റി കാണുന്നത്. പക്ഷേ ദളിത് പട്ടികജാതി വിഭാഗത്തെ അവോയ്ഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ പാർട്ടി എക്കാലവും തുറന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷിനെ പറ്റി നമ്മൾ എന്തിനാ പറയുന്നത്? പന്തളം സുധാകരനില്ലേ? പന്തളം സുധാകരൻ എത്രയോ സീനിയർ നേതാവാണ് കോൺഗ്രസ് പാർട്ടിയിൽ. അദ്ദേഹം രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു പന്തളം സുധാകരൻ. അതുപോലെ വണ്ടൂരിൽ അദ്ദേഹം പല തവണ നിയമസഭാ പ്രതിനിധിയായ വ്യക്തിയാണ്. അദ്ദേഹം വണ്ടൂരിലുള്ള നിയമസഭാ പ്രതിനിധിയായിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇന്നേ വരെ ഒരു KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അതുപോലെ തന്നെ ഒരു UDF കൺവീനർ സ്ഥാനത്തേക്കോ ഒന്നും കൊണ്ടുവരാനായിട്ട് പാർട്ടി തയ്യാറായിട്ടില്ല. ഇപ്പോൾ തന്നെ അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് KSUവിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അടൂരിൽ നിന്ന് ആദ്യം പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. ഇപ്പം ഏറ്റവും സീനിയർ, ഇപ്പം പാർലമെന്റിലുള്ള എല്ലാ MP-മാരെക്കാട്ടിലും സീനിയർ MP ആണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം ഒരു പ്രാവശ്യം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു, കേന്ദ്ര ക്യാബിനറ്റിൽ സഹമന്ത്രിയായിട്ട് നിന്നയാളാണ്. അദ്ദേഹത്തെ ഇതുവരെ കൊണ്ടില്ല. അദ്ദേഹത്തൊക്കെ KPCC പ്രസിഡന്റ് ആകാൻ അർഹൻ തന്നെയാണ്. ഒരു ദളിത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളെന്നുള്ള നിലയിലല്ല. കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള വ്യക്തി ഏത് മണ്ഡലത്തിൽ പോലും, ജനറൽ മണ്ഡലത്തിൽ പോലും നിൽക്കാൻ കാലിബറുള്ള ഒരു വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തെയൊക്കെ തഴയുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തില് ബഹുഭൂരിപക്ഷവും ദളിത് പട്ടികജാതി വിഭാഗം വോട്ടുകളാണുള്ളത്. ഇവരെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ ഇതേവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, പൊതുസമൂഹത്തിൽ അല്ലെ പൊതുരംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപജയം. അപ്പൊ അതിനെ CPM-നെ പറ്റി എടുത്തു കഴിഞ്ഞാൽ K. രാധാകൃഷ്ണനെ പോലുള്ള ഒരു വ്യക്തിയെ, അദ്ദേഹം ചേലക്കരയിൽ നിന്നുള്ള മുൻ നിയമസഭാ പ്രതിയായിരുന്നു, മുൻ സ്പീക്കറായിരുന്നു. E.K. നായനാരുടെ മന്ത്രി കാലത്താണ് അദ്ദേഹത്തെ സ്പീക്കറാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ അദ്ദേഹം MP ആണ്. അതുപോലെ ഒരാളെ, ഒരു പട്ടികജാതിപ്പെട്ട ഒരാളെ സ്പീക്കറായിട്ട് പോലും കൊണ്ടുവരാനായിട്ട് കോൺഗ്രസ് പാർട്ടി ഇതുവരെ താല്പര്യപ്പെടുത്തിയിട്ടില്ല. ഇതിവിടെ ജാതിയും മതവും ഒക്കെ വിഷയമായ ഒരു KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പുനഃസംഘടനയായിരുന്നു KPCC-യിൽ നടന്നത്. അപ്പൊ ആ രീതിയിൽ എന്തുകൊണ്ടാണ് കറുത്ത ആൾക്കാരെ വേണ്ടേ? അവര് ഈ പാർട്ടിയുടെ ഭാഗമല്ലേ? എന്താണ് അവരുടെ കളറാണോ അവരുടെ പ്രശ്നമായി മാറിയത്? അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അവരോധിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവർ തൃപ്തിയാവുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. ഒരിക്കലും ഇല്ല. ഇപ്പൊ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് 3 പേരെയാണ്, ഒരാൾ മുസ്ലിം സമുദായത്തിൽ നിന്ന്, ഒരാൾ ഹിന്ദു സമുദായത്തിൽ നിന്ന്, ഒരാൾ ദളിത് വിഭാഗത്തിൽ നിന്ന്. ഇതുകൊണ്ട് അങ്ങനെ തൃപ്തിയാക്കാൻ മറ്റുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് തൃപ്തി കൊടുക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. ജാതിയാണെങ്കിലും അതുപോലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും കഴിവുള്ളവരാണെങ്കിൽ അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യണം. എങ്കിലേ ജാതി സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കാതെ ചുമ്മാ ഒരു മേമ്പടി പോലെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ഒന്നും ആക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ പന്തളം സുധാകരനെ പോലെയുള്ള ആൾക്കാരെയും കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിന് മുൻപേ തന്നെ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ പന്തളം സുധാകരന് കൊടുത്ത വകുപ്പല്ല പട്ടികജാതി വികസന വകുപ്പ്, ഇതാ കൊടുത്തത്. ഇപ്പൊ നേരെ പഠിച്ച CPM എടുത്തു നോക്കി, K. രാധാകൃഷ്ണൻ കൊടുത്ത ദേവസ്വം ബോർഡിന്റെ ചുമതലയായിരുന്നു കൊടുത്തത്. അപ്പം പട്ടികജാതിക്കാർ ഇന്ന സ്ഥാനമേ വഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് UDF-ന്റെ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതെ, അത് വളരെ ഒരു നമ്മുടെ KPCC പ്രസിഡന്റ് അല്ല, നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഒരു സവർണ മേധാവിത്വം ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാളിനെ അവിടെ ദേവസ്വം ബോർഡിന്റെ സ്ഥാനത്ത് വെച്ചു കൊടുത്തത്. അതൊക്കെ വലിയ വിപ്ലവമാണ്. അതേപോലെ ഒരു വിപ്ലവം സൃഷ്ടിക്കാനൊന്നും കോൺഗ്രസ് കഴിയുന്നില്ല. അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനത്ത് E.K. നായരുടെ മന്ത്രിസഭയിൽ സ്പീക്കറായിട്ടല്ലേ ആദ്യം K. രാധാകൃഷ്ണൻ വരുന്നത്. അപ്പോൾ ആദ്യം തെരഞ്ഞെടുക്കപ്പെടുന്ന സമയമാണ് K. രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിയമസഭയിലേക്ക്. അപ്പോഴാണ് അദ്ദേഹത്തെ സ്പീക്കറായിട്ട് അവരോധിക്കുന്നത് ഇടതുപക്ഷം. അപ്പൊ അതൊക്കെ ഒരു വിപ്ലവകരമായ തീരുമാനം തന്നെയായിരുന്നു ഇടതുപക്ഷം എടുത്തത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും കോൺഗ്രസ് വരാൻ സാധിക്കില്ല. ഇപ്പൊ KC വേണുഗോപാൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ KSUവിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. ഇവർ രണ്ടുപേരും മത്സരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് KC വേണുഗോപാൽ കാസർഗോഡ് നിന്ന്, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് KC വേണുഗോപാൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം കാസർഗോഡ് നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. ഈ കൊടിക്കുന്നിൽ സുരേഷ് അടൂരിൽ നിന്ന് മത്സരിക്കുന്നത്.
KC വേണുഗോപാൽ കാസർഗോഡ് പരാജയപ്പെടുന്നു, കൊടുങ്ങല്ലൂർ സുരേഷ് അടൂരിൽ ജയിക്കുന്നു. പിന്നെ അത്ര KC വേണുഗോപാലിനെക്കാട്ടി മുൻപേ തന്നെ ഒരു ജനപ്രതിനിധിയായ വ്യക്തിയാണ് കൊടുങ്ങല്ലൂർ സുരേഷ് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സംഘാടകനാണ്. ഇപ്പൊ കാലാകാലങ്ങളായിട്ട് ഇവിടെ മാവേലിക്കര മണ്ഡലത്തെ പ്രതികരിക്കുന്നത്. നേരത്തെ അടൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് പ്രതികരിച്ചിരുന്നത്. അപ്പൊ അടൂർ ലോക്സഭാ മണ്ഡലം ഇല്ലാതായി കഴിയുമ്പോൾ മാവേലിക്കരയാണ്. അദ്ദേഹം തോൽക്കും പറയും പോലെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ജനകീയ മുഖത്തെ ഒരു KPC പ്രസിഡന്റ് സ്ഥാനത്തോ അല്ലെങ്കിൽ UDF കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമായ ഒരു കാര്യമാണ്. ഒരു കാര്യമുണ്ട്, പിന്നെ കേന്ദ്രത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തും അദ്ദേഹത്തെ പരിഗണിച്ചിട്ട് അദ്ദേഹത്തെ നിർദാക്ഷിണ്യം തള്ളിക്കളയുമായിരുന്നു അവസാനം ചെയ്തത്. കാരണം അത്ര സീനിയർ ആയിട്ടുള്ള പിന്നെ MP ഇല്ലായിരുന്നു അവിടെ. എന്നിട്ടും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിലേക്ക്. അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്കും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തി. അവിടെ കഴിയപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ ഓർക്കണം, ഏറ്റവും പുരോഗമന രാഷ്ട്രമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിൽ പോലും ഒരു ഒബാമയെ പോലുള്ള വ്യക്തിയെ, ഒരു കർത്തവർഗക്കാരനായ ഒബാമയെ പോലെയുള്ള ഒരു വ്യക്തിയെ പ്രസിഡന്റ് ആക്കാൻ സാധിച്ചെങ്കിൽ ആ ഒരു മാറ്റം ഇവിടെ ആവശ്യമാണ്. ഇപ്പം ദളിത് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരൊക്കെ കഴിവുള്ള നേതൃത്വത്തിലേക്ക് വളർന്നു വരണം. ഇപ്പം ഇവര് മാത്രമല്ല, കൊടുങ്ങല്ലൂർ സുരേഷും പന്തളം സുധാകരനും മാത്രമല്ല, VP സജീന്ദ്രൻ, അദ്ദേഹം കേരള നാരായണന്റെ ബന്ധു കൂടിയാണ്. അദ്ദേഹം ഇവിടുന്ന് വർഷങ്ങളോളം ഇവിടുന്ന് നിയമസഭ പ്രതിനിധിയായ വ്യക്തിയാണ്. അദ്ദേഹത്തെയൊക്കെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റണം. കുന്നത്തുനാട് എന്നുള്ള ജനപ്രതിനിധിയായിരുന്നു. കഴിഞ്ഞ തവണയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അതേപോലെ നല്ല ജനകീയ നേതാവ് തന്നെയാണ്. KSU കാലം തൊട്ട് കലാശാല മാഗസിൻ എഡിറ്ററായിട്ട് തുടങ്ങിയൊരു പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെയൊക്കെ. ഈ പറഞ്ഞ കൊടുങ്ങല്ലൂർ സുരേഷും ഒക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവരെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ ദളിത് പട്ടികജാതി വിഭാഗത്തിന്റെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഏതെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ കൊടുത്തുകൊണ്ട് നീങ്ങുന്നതല്ല യഥാർത്ഥ ജനാധിപത്യ മതേതരത്വം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ പറയും തോറും എന്തോ ഒരു വിഭാഗീയത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടാനാണ് ക്രിസ്ത്യൻ നാമധാരിയെ കൊണ്ടുവരുന്നെങ്കിൽ ദളിത് വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരണമെങ്കിൽ ദളിത് നാമധാരി തന്നെ വേണ്ടി വരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് KPC പ്രസിഡന്റുമാർ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് KPC പ്രസിഡന്റുമാരുണ്ട്. ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ദളിത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാള് KPC പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ UDF കൺവീനറായിട്ടോ വരാൻ യോഗ്യതയുണ്ട്. അതാണ് കൊടുങ്ങല്ലൂർ സുരേഷും പന്തളം സുധാകരനും PP സജീന്ദ്രനും ഒക്കെ. ഒന്നുകിൽ നിങ്ങൾ ജാതി മതം വളരെ നോക്കാതെ പ്രാപ്തരായ ആൾക്കാരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ അങ്ങനെ ജാതിയും മതവും ഒക്കെ തീരുമാനിച്ച് ഓരോ പൊസിഷൻസ് കൊടുക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, നിങ്ങൾ ഈ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ തിരിച്ചും മറിഞ്ഞും ചിന്തിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് മതവും ജാതിയും കുത്തിവെക്കുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്നും ഈ മതേതരത്വം ഒക്കെ പറയുമെങ്കിലും നിങ്ങൾ ഇലക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നത് ഇതേപോലത്തെ പ്രക്രിയകളാണ്. ഇതൊന്നും പറഞ്ഞിട്ട് പിന്നെ ജനാധിപത്യം മതേതരത്വം എന്നൊന്നും പറഞ്ഞിട്ട് കഥയില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ഒരാളെ KPCC പ്രസിഡന്റ് ആക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടിയിരുന്നത്. പന്തളം സുധാകരനെ പോലുള്ള ആൾക്കാരെയൊക്കെ തഴഞ്ഞ് എവിടെയോ ഇട്ടിരിക്കുന്നു. അവരൊന്നും അവരൊക്കെ ഇന്നും കോൺഗ്രസ് പ്രവർത്തകരായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളത് അവരുടെ മഹത്വമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.